ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കിണ്ണത്തപ്പമാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 5-6 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ട് നല്ലോണം തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കത് അരച്ചെടുക്കണം. അതിന് നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ തരികളൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരപ്പ് കൂടി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു 6ഓളം ഏലക്കായ, അതുപോലെ തന്നെ കുറച്ച് ജീരകം. ഇത് നല്ലോണം തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ മാവ് അരച്ച പോലെ തന്നെ നല്ലോണം തന്നെ അരച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ശർക്കരപ്പാനി രൂപത്തിൽ നമുക്കതൊന്ന് ഉരുക്കിയെടുക്കുക ശർക്കര. ഇനി നമ്മൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് അരമുറി തേങ്ങ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് രൂപത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം തന്നെ മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 ചെറിയ ഉള്ളി അതും ഇതേപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ എത്തണ വരെ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാവിലേക്ക് ഒന്ന് അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരിച്ച് ചേർത്ത് നമുക്ക് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പരുവത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ആ ചൂടോട് കൂടി തന്നെ നമ്മളത് മാവിലേക്ക് ഒഴിക്കുകയും വേണം. കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളി വതക്കിയതുണ്ടല്ലോ, അതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നീട് നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുക്കർ വിസിൽ വെക്കാണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ബാക്കിയുള്ള ഒരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് നല്ലോണം തന്നെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പരുവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലൂടെ ഈ ഒരു ആവി വരണ കണ്ടോ, ആ ആവി വരുമ്പോഴാണ് നമുക്ക് അത് നല്ല രീതിയിൽ പുറത്തേക്ക് നല്ല രീതിയിൽ വരുന്നതാണ് നമ്മുടെ ഇതിൻ്റെ കിണ്ണത്തപ്പത്തിൻ്റെ പാകം. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയും വേണം. നല്ല രീതിയിൽ തന്നെ പ്രഷർ പുറത്തേക്ക് നന്നായി തള്ളി വരുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ അടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കി നിൽക്കുക. ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ ആ സമയം എത്തുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിസിൽ നല്ലോണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ആവി നല്ലോണം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കുക്കറപ്പം തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ദോശച്ചട്ടുക എന്തെങ്കിലും വെച്ച് മെല്ലെ സൈഡൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കിണ്ണത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കത് എടുക്കുമ്പോൾ ശരിക്കും കിട്ടിയില്ല, ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ശരിക്കും തന്നെ കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്